നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇവന്മാർ ഒരു കാലത്ത് നന്നാകാൻ പോകുന്നില്ല. ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ തന്നെയാണ് ഇപ്പോഴും മുഖമുദ്ര. സ്വരാജ് വന്നു നിന്ന് വീണ്ടും അങ്ങ് മെഴുകുന്നുണ്ട്. ഈ മെഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട് നാറി കിടന്നങ്ങ് മെഴുകുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, അതായത് ആ കള്ളൻ വിജയൻ എന്നുള്ള ലേഖനത്തിൽ പത്രം മുക്കിയത് ഈ ഒരൊറ്റ ലേഖനം കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും വന്നു നിന്നങ്ങ് മെഴുകി നാറിപ്പുഴുക്കുകയാണ് സ്വരാജ്. അല്ലെങ്കിൽ തന്നെ MV ഗോവിന്ദനെ തന്നെ സഹിക്കാൻ വയ്യ താത്വിക ആചാര്യൻ. അതിന്റെ കൂട്ടത്തിലാണ് ഇനി വളർന്നു വരുന്ന മറ്റൊരു താത്വിക മണ്ടൻ എന്നാണ് ജനങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്വരാജിന്റെയൊക്കെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്നത് അഹങ്കാരത്തിന്റെ വാക്കുകൾ തന്നെയാണ്. ഇപ്പോഴും കിട്ടിയ അടികൊണ്ടൊന്നും ഇവന്മാർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ദേശാഭിമാനിയിൽ എന്ത് തീരുമാനം എടുക്കണം, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു കൊള്ളാം, ആരും അതിൽ തലയിടണ്ട, വേവലാതിപ്പെടണ്ട എന്നുള്ള ഡയലോഗ് അടിച്ച് സ്വരാജ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതെന്താ, സ്വരാജിന്റെ കുടുംബസ്വത്ത് വല്ലതുമാണോ ദേശാഭിമാനി പത്രം? പാർട്ടി പത്രമല്ലേ അത്? ആ പാർട്ടി പത്രത്തിൽ തീരുമാനം എടുക്കുന്നത് സ്വരാജ് മാത്രമാണോ? CPMകാർക്ക് എല്ലാവർക്കും അതിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. പക്ഷേ ഞങ്ങളാണ് രായാക്കന്മാർ, ഞങ്ങൾ തീരുമാനിക്കും, അണികൾ അതങ്ങ് പഞ്ചപുച്ഛമടക്കി കേട്ടുകൊള്ളണം, അനുസരിച്ചു കൊള്ളണം എന്നൊക്കെയാണ് സ്വരാജ് രായാവിന്റെ ഒരു നിലപാട്. പോയി പണി നോക്കണമെന്നാണ് ഇപ്പോൾ CPMൽ ഉള്ളവർ തന്നെ ഇവർക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇമാതിരി അഹങ്കാരികളെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടതെന്ന് ഓരോ CPMകാരനും പറയുന്നു. ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ചായിരുന്നു പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററായ M സ്വരാജ് രംഗത്ത് വന്നത്. ദേശാഭിമാനി ഏത് വാർത്തയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് മറ്റ് മാധ്യമങ്ങളല്ല എന്നും എല്ലാ പത്രത്തിന്റെയും ഡെസ്കിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ദേശാഭിമാനിയിലും നടന്നിട്ടുള്ളൂ എന്നാണ് സ്വരാജ് അങ്ങ് വെച്ചലക്കിയിരിക്കുന്നത്. നാടകക്കാരനായ വിജയനെ കുറിച്ചുള്ള ലേഖനമല്ല വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കാനുള്ള കാരണം എന്നാണ് സ്വരാജ് പറഞ്ഞിരിക്കുന്നത്. പത്രത്തിന്റെ ആദ്യത്തെ പേജിന് പുറമെ അവസാനത്തെ പേജിലും VSന്റെ അനുസ്മരണം ഉൾപ്പെടുത്താൻ എഡിറ്റോറിയൽ ബോർഡ് അവസാന നിമിഷത്തിൽ തീരുമാനിച്ചതിനാലാണ് വാരാന്ത്യ പതിപ്പ് ഒരു ദിവസം വൈകിയതെന്നും സ്വരാജ് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളുടെയും ഡെസ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ വിവാദമാകാറുണ്ടോ? നിങ്ങളുടെ ഡെസ്കിൽ എന്തെല്ലാം നടക്കാറുണ്ട്? എല്ലാ വാർത്തകളും നിങ്ങൾ കൊടുക്കാറുണ്ടോ? അത്തരം കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഡെസ്കിൽ രൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആ തർക്കങ്ങൾ സംഘർഷങ്ങളാകുകയും അതേ തുടർന്ന് ചില രാജിവെക്കുകയും ചെയ്തിട്ടില്ലേ? അതൊക്കെ ഞങ്ങൾ വാർത്തയാക്കുന്നില്ലല്ലോ. കാരണം അതൊക്കെ ഒരു മാധ്യമത്തിന്റെ ഡെസ്കിനകത്ത് നടക്കുന്ന സ്വാഭാവികമായ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഏത് മാധ്യമത്തിനും അതിന് അവകാശമുണ്ട്. ദേശാഭിമാനി എന്ത് കൊടുക്കരുതെന്നും എന്ത് കൊടുക്കണമെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. അതിന് ഞങ്ങൾക്കൊരു സംവിധാനമുണ്ടെന്നും ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാമെന്നും സ്വരാജ് പറഞ്ഞത്. കൊള്ളാം സ്വരാജ്, നല്ല നടപടിയാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ. ഈ ദേശാഭിമാനിയിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങളുടെ കള്ളക്കളികൾ വലിച്ചു പുറത്തേക്കിട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ പത്രത്തിലുണ്ടായിരുന്ന വാരാന്ത്യ പതിപ്പിലുണ്ടായിരുന്ന ലേഖനം, കള്ളൻ വിജയൻ എന്ന ആ ഒരു ലേഖനം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ പത്രം മൊത്തത്തിൽ അങ്ങ് പൂഴ്ത്തിയത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VSനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ, VSന്റെ ആ വിപ്ലവ സൂര്യനെ കുറിച്ചുള്ള ഓരോ വാക്കുകളും ഓരോ വാർത്തകളും ഓരോ കുറിപ്പുകളും പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ആ വാരാന്ത്യ പതിപ്പിൽ തന്നെ കള്ളൻ വിജയൻ എന്ന ഒരു ലേഖനം വന്നാൽ പിണറായി എങ്ങനെ സഹിക്കും? ആ നാണക്കേട് കൊണ്ട് തന്നെയാണ് അച്ചടിച്ച പത്രം മുഴുവൻ നിങ്ങൾ അങ്ങ് പൂഴ്ത്തിയത് എന്നുള്ളത് എല്ലാവർക്കും നല്ല കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും വന്നു നിന്ന് ഇമാതിരി ഡയലോഗ് അടിക്കണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി ഒന്നും പോരാ സ്വരാജിനും കൂട്ടർക്കും. സ്വരാജ് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? അതായത് യന്ത്ര തകരാറ് കൊണ്ടാണ് പത്രം അച്ചടിക്കാൻ കഴിയാതിരുന്നത്, വാരാന്ത്യ പതിപ്പ് അച്ചടിക്കാൻ കഴിയാതിരുന്നത് എന്ന് പറഞ്ഞ ആളാണ് സ്വരാജ്. അപ്പോൾ പത്രം അച്ചടിക്കാൻ ഒരു യന്ത്ര തകരാറും ഉണ്ടായിരുന്നില്ല. വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചപ്പോൾ മാത്രമായിരുന്നു യന്ത്ര തകരാർ ഉണ്ടായത് എന്ന് ജനം ചോദിച്ചു. ഇതോടുകൂടി അണ്ണാക്കിലെ പിരിവെട്ടിയ സ്വരാജ് മാളത്തിൽ ഒളിക്കുകയായിരുന്നു. എന്നാൽ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആണല്ലോ, അതുകൊണ്ട് പത്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് വീണ്ടും ഇപ്പോൾ മെഴുകാൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സ്വരാജ്. എത്ര മെഴുകിയിട്ടും കാര്യമില്ല, എത്ര വെളുപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. നാണം കെട്ട് നാറി പുഴുത്തിരിക്കുന്നു. അതാണ് ഈ വാരാന്ത്യ പതിപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ വാരാന്ത്യ പതിപ്പിൽ ഈ കള്ളൻ വിജയൻ എന്ന ലേഖനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പത്രം പുറത്തേക്ക് വരാതിരുന്നത്, പത്രം കണി കാണാൻ പോലും കിട്ടാതിരുന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ ദേശാഭിമാനിയിലെ ജീവനക്കാരിൽ നിന്ന് തന്നെ പുറത്തു പോയല്ലോ. അതായത് ഈ കള്ളൻ വിജയൻ എന്ന ലേഖനം പത്രത്തിൽ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ആരായിരുന്നു? നിങ്ങളുടെ ദേശാഭിമാനിയിലെ ജീവനക്കാരൻ തന്നെ ആയിരുന്നില്ലേ?
അതുകൊണ്ട് ഇനിയും മെഴുകാൻ വന്നു നിന്ന് നാണം കെടരുത്. നാണം കെട്ടാൽ ജനങ്ങൾ നിങ്ങളെ വലിച്ചു കീറുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനിയും കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് സ്വരാജിനോടും കൂട്ടരോടും പറയാനുള്ളത്. ഒരു നാടകക്കാരനെ സംബന്ധിച്ചുള്ള ലേഖനം ഞങ്ങളുടെ മുന്നിലുള്ള വിഷയമേ അല്ല. സാധാരണയായി ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് ഇറങ്ങുമ്പോൾ ആദ്യ പേജിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടാകും. മറ്റു പേജുകളിൽ സ്ഥിരം പങ്ക്തികളും ഉണ്ടാകും. എന്നാൽ VSന്റെ ചരമദിനത്തിന് മുൻപായി ഇറങ്ങുന്ന ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൽ VSുമായി ബന്ധപ്പെട്ട അനുസ്മരണം തന്നെയായിരിക്കണം മുഖ്യ ഇനമെന്ന് തീരുമാനിച്ചിരുന്നു. അതിനനുസരിച്ച് ആദ്യ പേജ് അങ്ങനെ തന്നെ തയ്യാറാക്കി. എന്നാൽ അവസാന പേജിലും VSനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെ മതിയെന്ന് അവസാന നിമിഷം എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങൾ അത്തരത്തിൽ തയ്യാറാക്കി. അതൊരു ദിവസം വൈകിയത് ഇപ്പറഞ്ഞ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്, മറ്റൊന്നും പ്രസക്തമായ കാര്യമല്ല എന്നാണ് സ്വരാജ് മാധ്യമങ്ങളോട് അങ്ങ് തള്ളിമറിച്ചത്. എന്തൊരു സ്നേഹമാണ് സ്വരാജിനും പിണറായി വിജയനും കൂട്ടർക്കുമൊക്കെ VSനോടെന്ന് ഓർക്കണേ. ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അങ്ങേയറ്റം ആ മനുഷ്യനെ ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്ത കൂട്ടരാണ് ഈ പറയുന്ന CPMലെ സ്വരാജും പിണറായി കൂട്ടരും ഒക്കെ. VSനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ വേണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെയാണ് ഇന്നിപ്പോൾ VSനോട് വലിയ സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകുന്ന കൂട്ടർ. പുച്ഛിക്കുകയാണോ നിങ്ങളെയൊക്കെ ജനങ്ങൾ? ഈ അപ്പോഴപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിങ്ങളുടെയൊക്കെ ഈ സ്വഭാവമുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തന്നെയൊക്കെ അടിച്ച് മൂലക്കിരുത്തി ഒതുക്കിയിട്ടിരിക്കുന്നത്. കിട്ടിയ അടിയുടെ ചൂട് പോരാഞ്ഞ് വീണ്ടും വീണ്ടും കിടന്ന് കുരയ്ക്കാനായിട്ട് ഓരോരുത്തരായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അഹങ്കാരവും അഹമ്മതിയും അവമതിപ്പും കൊണ്ട് കൈ കഴുകിയ ഒരു കൂട്ടരാണ് ഈ 10 വർഷക്കാലത്ത് CPMകാരെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അത്രത്തോളം നിങ്ങൾ അഹങ്കരിച്ചു. 10 വർഷം നിങ്ങളുടെ കയ്യിലേക്ക് ഭരണം കിട്ടിയപ്പോൾ അങ്ങ് മതിമറക്കുകയായിരുന്നു, മതിച്ചു പുളയ്ക്കുകയായിരുന്നു. അതിനെല്ലാത്തിനും കൂടിയുള്ള അടിയാണ് ജനങ്ങൾ തന്നത്. എന്നിട്ടും ഞങ്ങൾ പഠിച്ചില്ല, വീണ്ടും ഞങ്ങളെ അങ്ങ് തല്ലിക്കോ എന്നുള്ള നിലപാടുമായിട്ടാണ് CPM വീണ്ടും വരുന്നതെങ്കിൽ ഇനിയും കിട്ടുന്ന അടിക്ക് കയ്യും കണക്കും ഉണ്ടായിരിക്കില്ല. ആ ഓർമ്മ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. സ്വരാജിനെ പോലെയുള്ള നേതാക്കളോട് നിങ്ങൾ എന്ത് കണ്ട് അഹങ്കരിച്ചാലും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ അധികാരത്തിൽ വരണോ വേണ്ടയോ എന്നുള്ളത്. അവർ തീരുമാനിക്കും. അവരുടെ ചൂണ്ടുവിരലാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങളെല്ലാം. എന്തായാലും സ്വരാജിനെ പോലെയുള്ള നേതാക്കൾക്ക് ഇങ്ങനെ നാറി പുഴുക്കാനേ കഴിയത്തുള്ളൂ. വലിയ ഡയലോഗ് അടിച്ചു വരുന്ന സ്വരാജ് നിന്നിടത്ത എല്ലാം പൊട്ടിത്തകർന്ന ഒരു നേതാവ് ഈ CPMൽ ഇതുപോലെ വേറൊരാൾ കാണില്ല. പക്ഷേ താത്വികമായ മണ്ടത്തരങ്ങളും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും കൊണ്ടുവന്ന് വലിയ ഡയലോഗ് അടിയാണ് സ്വരാജിന്റെ സ്ഥിരം ഏർപ്പാട്. ഇങ്ങ് താഴോട്ടിറങ്ങി മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കൂ എന്ന് സ്വരാജിനെ എത്രയോ തവണ ആൾക്കാർ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. ഈ MV ഗോവിന്ദനെ പോലെയാണ്, താത്വികനാണ് എന്ന് അങ്ങ് കാണിക്കാനുള്ള ഒരു വ്യഗ്രത സ്വരാജിലുണ്ട്. പക്ഷേ പറയുന്നത് മുഴുവൻ മണ്ടത്തരമാകാറാണ് സാധ്യതയും. എപ്പോഴും സ്വരാജിന് പണി മേടിക്കുന്നത് ഈ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്തായാലും ഇത്തവണയും കീഴ്വഴക്കം തെറ്റിച്ചില്ല. വലിയ ഡയലോഗുമായി വന്ന് ജനങ്ങളുടെ വായിലിരിക്കുന്നത് മുഴുവൻ മേടിച്ചു കൂട്ടിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും ഈ നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരികളായ ഒരെണ്ണത്തിനെ വെച്ചു പൊറുപ്പിക്കരുതെന്ന് പ്രവർത്തകർ തന്നെ പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നന്നാകുന്നതാണ് സ്വരാജിനെ പോലെയുള്ള നേതാക്കൾക്കും പിണറായിക്കുമൊക്കെ നല്ലത്. അല്ലെങ്കിൽ ജനങ്ങൾ ഇനിയും നിങ്ങളെ പാഠം പഠിപ്പിക്കും.